ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചു. എൻ പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന നോവലിനാണ് പുരസ്കാരം. നേരത്തെ പുരസ്കാര പ്രഖ്യാപനം മാറ്റിവെച്ചിരുന്നു. ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു. ധനസുമോദ്, എന്തൊക്കെയാണ്? മഹേഷ്, മായാമനുഷ്യനുള്ള എൻ പ്രഭാകരനുള്ള അവാർഡ് നേരത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുകയും വാർത്താ സംഘം മാധ്യമപ്രവർത്തകർ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവസാന നിമിഷം, അതായത് വെറും ഒരു 10 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ പുരസ്കാര പ്രഖ്യാപനം മാസങ്ങൾക്ക് മുമ്പ് മാറ്റിയതായിരുന്നു. അതിനുശേഷം അനൗദ്യോഗികമായിട്ട് തന്നെ ഈ പ്രഭാകരന് തന്നെയായിരിക്കും, എഴുത്തുകാരനായ പ്രഭാകരന് തന്നെയായിരിക്കും അവാർഡ് എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോൾ പോലും എന്തുകൊണ്ട് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ചില കേന്ദ്ര മന്ത്രാലയങ്ങളുടെ കൾച്ചറൽ മിനിസ്ട്രി ഉൾപ്പെടെയുള്ളവയുടെ അംഗീകാരം കിട്ടാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അവാർഡ് നീണ്ടുപോകുന്നത് എന്നുള്ളൊരു മറുപടിയായിരുന്നു കിട്ടിയത്. പക്ഷേ ഒരു ഓട്ടോണമസ് ബോഡിയാണ്, സ്വയംഭരണ അധികാരമുള്ള ഒരു ബോഡിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി എന്നുള്ളതും അതുകൊണ്ട് ഇതിന് ഇടപെടാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് ശരിയല്ല എന്ന് അംഗം കൂടിയായ KP രാമനുണ്ണി ഉൾപ്പെടെയുള്ളവർ നേരത്തെ ചൂണ്ടിക്കാട്ടിച്ചിരുന്നു. അവരുടെ കൂടി സമ്മർദ്ദത്തിന് ഫലമായിട്ടാണ് നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കാനിരുന്ന ആ പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.